ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പിസ്സ ഉണ്ടാക്കണേട്ടോ നോക്കുന്നത്. ഇത് നോർമലി നമ്മൾ ഉണ്ടാക്കണ പോലെയല്ല, നമ്മൾ ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഉണ്ടല്ലോ, അതാട്ടോ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഞാൻ ചെയ്യുന്ന ഒരു രീതി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ പിസ്സ സോസൊന്നും ഇല്ലെങ്കിലും സോസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് ഇതുപോലെ സൈഡ് ഭാഗം ആ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ വൈറ്റ് പാർട്ട് മാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 8 ബ്രെഡോളം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ബാക്കി ഐറ്റംസ് എടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് പാല്, അതുപോലെ തന്നെ എഗ്ഗ്, ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഗ്ഗ് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം 8 പീസ് ബ്രെഡാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ സൈസ് ബ്രെഡാണ്. അതിലേക്ക് ഞാനിതിവിടെ 3 എഗ്ഗ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് മതി. എഗ്ഗിലേക്ക് വേണ്ടിയിട്ട് മാത്രം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ മിക്സായി വരുമ്പോഴേക്കും ഇതിലേക്ക് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാല് ഞാൻ ഇതുപോലെ ഒരു ചെറിയ കപ്പിൽ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഹാഫ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ഇതുപോലെ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സായി വരണം. അപ്പോൾ ഞാൻ അതിൽ ആ കറക്റ്റ് അളവിൽ തന്നെ എല്ലാം ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡ്രൈ ആവാൻ പാടില്ല, എന്നാലും ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ആ ഒരു അളവ് നോക്കിയിട്ട് പാലൊഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പം മിക്സായി നന്നായി വന്നിട്ടില്ല, ബ്രെഡ് ഡ്രൈ ആയിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും മിക്സ് ചെയ്തിട്ട് ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് സോസ് അങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യാമല്ലോ. ഞാനിവിടെ സോസിന് പകരം നമ്മൾ നോർമൽ സോസിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ എടുക്കലാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 6 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ചായിട്ട് ഗാർലിക്ക് നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ക്രഷ്ഡ് റെഡ് ചില്ലി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വളരെ കുറച്ച് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മതി, സോസിൽ ഉപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയാകുമ്പോഴേക്കും നമ്മുടെ പിസ്സയിലേക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നോക്കാം. ഇതുപോലെ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്, പിന്നെ സവാള, അതുപോലെ തന്നെ ടൊമാറ്റോ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ഗ്രീൻ ചില്ലിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹാഫ് മാത്രമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രീൻ ചില്ലി ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ബേസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് പാനൊന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എഗ്ഗൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ, നല്ലപോലെ കുറച്ച് വെക്കുക. ഇനി നമുക്ക് ഈവനായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഒരേ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, ഒരു സൈഡ് ആയി വരുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിടണം. അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു സൈഡ് ആയി വന്നപ്പോഴേക്കും നമുക്കതൊന്ന് തിരിച്ചിടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാനിൽ നിന്നൊന്ന് ഇങ്ങനെ മാറ്റി ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചിടാൻ പറ്റുമല്ലോ, അങ്ങനെ അതുകൊണ്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബേസ് നമ്മൾ തിരിച്ചിട്ടിട്ട് ഫ്ലെയിം കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇനി നമുക്കിതിൻ്റെ ടോപ്പിങ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ട് മാത്രം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് സോസ് ആക്കി കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊസറല്ല ചീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ പിസ്സ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചത് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം, അതുപോലെ തന്നെ നമുക്ക് സവാള കട്ട് ചെയ്തത്, അതുപോലെ തന്നെ തക്കാളി. ഇതുപോലെ തക്കാളി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പുറം ഭാഗം മാത്രം എടുത്താൽ മതി. ഉള്ളിൽ ആ ഒരു വാട്ടറി ആയിട്ടുള്ളത് വേണ്ട കേട്ടോ. അത് മാറ്റി കളഞ്ഞിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കി ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ചൊന്ന് ഹൈ ആക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ലോയിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. സിമ്മിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതുപോലെ ചീസ് മെൽറ്റായി വരുമ്പോഴേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്തിട്ട് ചെയ്യാം. ബേസൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സോസിനും കറക്റ്റ് എക്സാക്റ്റ് നമുക്ക് ആ ഒരു പിസ്സ സോസിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.